Hi friends, welcome to my channel Adukkalapriyam. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബോണ്ട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ഒരു നാടൻ പലഹാരമാണ് പൊട്ടറ്റോ ബോണ്ട എന്ന് പറയുന്നത്. നമ്മുടെ ചായക്കടകളിലെല്ലാം നമ്മൾ കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ ഒരുപാട് പൊട്ടറ്റോ ബോണ്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ ഞാനിടുന്ന റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പൊട്ടാറ്റോസാണ്. 3 എണ്ണം കുറച്ച് വലുതാണ്, ഒന്ന് അത്യാവശ്യം ചെറുതാണ്. അപ്പം നിങ്ങൾ ഏകദേശം ഒരു മീഡിയം സൈസ്ഡ് 4 പൊട്ടാറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഈ നാടൻ പലഹാരത്തിൻ്റെ ടേസ്റ്റ് തന്നെ ചെറിയൊരു വ്യത്യാസം വരും. ഞാനിവിടെ മല്ലിയില ചേർക്കാണ്ടാണ് ചെയ്തെടുക്കുന്നത്. എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതും മല്ലിയില ചേർക്കാണ്ട് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് മൈദമാവാണ്. ഞാനിവിടെ മൈദമാവ് മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു 2.5 കപ്പ് മൈദമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യമേ തന്നെ നമുക്ക് ഈ പൊട്ടറ്റോസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ പൊട്ടറ്റോസ് തൊലിയോട് കൂടി വേവിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതിൽ വെള്ളം കൂടുതലായിട്ട് നമുക്കിങ്ങനെ ഇത് ഉരുട്ടിയെടുക്കാൻ ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിലും നല്ലത് നമ്മളിങ്ങനെ ഹോളായിട്ട് പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കുന്നതാണ്. ഈ തൊലി ഒന്നും കളയാണ്ട് തന്നെ നമുക്ക് ഈ പൊട്ടറ്റോനെ ജസ്റ്റ് ഒന്ന് 2-3 കഷ്ണങ്ങളായിട്ട് ഇട്ടതിന് ശേഷം കുക്കറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാവൂ, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുത്താൽ നമ്മളെ പൊട്ടറ്റോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാനിപ്പോൾ ആദ്യമേ തന്നെ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ പൊട്ടറ്റോ വേവിക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം പൊട്ടറ്റോ വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് 2-3 തവണ പൊട്ടറ്റോ കഴുകിയതിന് ശേഷം, ഇതുമാതിരി അത്യാവശ്യം വലുപ്പമുള്ള പൊട്ടറ്റോ ആണെങ്കിൽ നമുക്ക് ഇതുമാതിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുമാതിരി മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം വലുപ്പമുള്ള പൊട്ടറ്റോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ നമുക്കിത് തൊലി കളയാനും ബുദ്ധിമുട്ടാവും, എല്ലാം കൂടെ അലിഞ്ഞു പോവും. അപ്പോൾ ഞാനിതാ പൊട്ടറ്റോ മുഴുവൻ ഇതിലേക്ക് കുക്കറിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പൊട്ടറ്റോൻ്റെ മുകളിൽ കൂടെ ഒന്ന് കുറച്ചൊന്ന് ഉപ്പ് വെതറി കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പും ഞാനിതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മൈദമാവും അതുപോലെ തന്നെ കടലമാവും കൂടി മിക്സ് ചെയ്യാം, ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ടോ. ഇനി 1:2 റേഷ്യോയിലോ 1:3 റേഷ്യോയിലോ ഒക്കെ വേണേൽ ചെയ്യാം. പക്ഷേ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബോണ്ടയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ മൈദമാവ് തന്നെ യൂസ് ചെയ്യുന്നതാവും നന്നാവുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തോളണമെന്ന് ഒരു നിർബന്ധമില്ല. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ചില അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഓവറായിട്ട് ക്രിസ്പി ആയി പോകും. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി മാത്രമേ ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ഞാനിവിടെ അരിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിവിടെ മൈദമാവും അതിലേക്ക് ഒരു ഏകദേശം മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും
ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് ഒരു വലിയ പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. ഇതിൽ ജസ്റ്റ് മിക്സ് ചെയ്യാൻ വെച്ചാൽ ഇതിൽ കാര്യമായിട്ടൊന്നും മിക്സ് ചെയ്യാനില്ല. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മളെ മാവിന് നല്ലൊരു കളർ കിട്ടും. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയിൽ ഇതിൽ ഫ്ലേവർ ഒന്നും വരാനില്ല. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇപ്പം ഞാനിവിടെ മാവ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കുറച്ചായിട്ട് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതാ നമ്മളെ മാവ് ഇവിടെ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ മാവുള്ളത്. ഇനി കുറച്ചും കൂടി ലൂസായതിന് ശേഷം മാത്രമേ നമുക്കിത് ബോണ്ടയായിട്ട് ഉരുട്ടുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് കോട്ടായിട്ട് കിട്ടുകയുള്ളൂ. ബോണ്ട ഉരുട്ടി ഇട്ട് നോക്കുമ്പോൾ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത് മാവ്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസിയിലൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മാവ് ഞാൻ കറക്റ്റായിട്ട് തന്നെ വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിൽ കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന പൊട്ടാറ്റോ ബോൾസ് ഇതിൽ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്താലും ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ടേസ്റ്റ് വരും. കാരണം ഈ ഇൻഗ്രീഡിയൻസിലേക്കൊക്കെ വെള്ളം ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ ഓരോന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യമേ തന്നെ ഇഞ്ചി അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് അരിയാൻ ബുദ്ധിമുട്ടാണെന്ന് കാണുകയാണെങ്കിൽ നമുക്കിതൊക്കെ കൂടെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പച്ചമുളകും ഇഞ്ചിയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇല്ലെങ്കിൽ ഇതുമാതിരി പൊടിമാരി നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുമാതിരി നമുക്ക് പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില വലുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 2-3 കഷ്ണാക്കിയിട്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മൾ കറിവേപ്പിലയും അരിഞ്ഞെടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് സവാളയാണ് അരിഞ്ഞെടുക്കാനുള്ളത്. സവാള നീളത്തിൽ അരിയുന്നതിലും കുറച്ചും കൂടെ നന്നാവുക നമ്മൾ പൊടിയായി അരിഞ്ഞെടുക്കുമ്പോഴാണ്. നമ്മളെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ വാട്ടിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം കടുക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇതിലെടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെ സവാള വാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പക്ഷേ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ വഴറ്റുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് നന്നായിട്ട് വാടി വരുന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ബോണ്ടയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മിക്സൊക്കെ ചേർക്കുമ്പം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് കുഴഞ്ഞ് പരുവത്തിലായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പില എല്ലാം തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ മല്ലിയില ഈ സമയത്താണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നത്. ഇനി ഞാനിതിൽ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടൊന്ന് തണിയാൻ, നന്നായിട്ട് തന്നെ ചൂട് തണിയണം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്തിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഒരുപാട് ചൂടാറിയിട്ട് സ്മാഷ് ചെയ്യാൻ നിൽക്കരുത്, അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടുകയില്ല. ഒരു ഇളം ചൂടിൽ നമ്മളിത് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിനെ ഉടച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതാ ഉരുളക്കിഴങ്ങ് ഇതുമാതിരി നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് കിട്ടും. ഇതുമാതിരി നമ്മൾ പെട്ടെന്ന്, ഇപ്പോൾ അത്യാവശ്യം ഇതിന് ചൂടുണ്ട്, എന്നാൽ നന്നായിട്ട് തന്നെ ചൂട് പോയിട്ടുമില്ല. ഈ ഒരു ചൂടിൽ വേണം നമ്മളത് സ്മാഷ് ചെയ്തെടുക്കാനായിട്ട്, എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടുക. ഓവറായിട്ട് തണുത്ത് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ നമുക്കിതിനെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റായിട്ടൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിങ്ങനെ വിസ്ക് വെച്ച് ഉടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വിസ്ക് വെച്ചിട്ട് ഉടയ്ക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉടഞ്ഞു കിട്ടും, എന്നാൽ ഒരുപാട് ഓവറായിട്ട് ഉടയുമില്ല. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി ഇതെല്ലാം നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിത് നമ്മളെ ഉള്ളീൻ്റെ ഒക്കെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതാ നമ്മൾ മിക്സൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ ഇതുമാതിരി നമുക്ക് നല്ല ഒരു ലെമൺ സൈസ് വലിയ നാരങ്ങയുടെ വലിപ്പമുള്ള ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കാം. 2 കൈ വെച്ചിട്ട് ഉരുട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ തന്നെ നമുക്ക് നല്ലൊരു ഉരുളയായിട്ട് ഉരുണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതുമാതിരി നമുക്കെല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് മാവിൽ മുക്കി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചീനച്ചട്ടിയുടെ നന്നായിട്ട് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരുപാട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ഷാലോ ഫ്രൈ അല്ല, ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട സാധനമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എണ്ണ എടുക്കുന്നത് കുറയ്ക്കാനായിട്ട് ഞാനിവിടെ ചട്ടിയുടെ ചെറിയ വട്ടമുള്ള ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതാ ഒരു ഉരുള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉരുള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ എല്ലാ ഭാഗത്തും കോട്ടാവുന്ന രീതിയിൽ ഇതുവഴി ബാറ്ററിനെ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് അതിലേക്ക് കോരി ഇടാവുന്നതാണ്. നമ്മൾ എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ഞാൻ ഒരു ഡ്രോപ്പ് ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട്. അപ്പം നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബോണ്ട ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറയ്ക്കാവുന്നതാണ്. എണ്ണ ആവാത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് എണ്ണ ആക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതിൻ്റെ ഉൾഭാഗം ഒന്നും കുക്കാവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ വേവിച്ചെടുത്തതാണ്. ഇതിൻ്റെ കോട്ടിങ് മാത്രമേ നമുക്കൊന്ന് കുക്കായി കിട്ടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതുമാതിരി നന്നായിട്ട് കവർ ചെയ്ത് കിട്ടണം, എന്നാലേ നമ്മളെ ബോണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിതൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോയില്ലെങ്കിൽ. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ബാറ്ററിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഓവറായിട്ട് പോയിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതിന് വാങ്ങാവുന്നതാണ്. ഇതുപോലെ ഒരു ഡ്രെയിനറിലേക്ക് നമുക്ക് ഇതിനെ ഇട്ടിട്ട് ഇതിൽ എണ്ണ എങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കുന്ന ഒരു ഫുഡല്ല കേട്ടോ അത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബോണ്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമാതിരി അടുത്തതും ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബോണ്ടയും ഒന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നമ്മളെ ഈ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇതും ഫ്രൈ ആയി കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഒരു ഡ്രെയിനറിലേക്ക് മാറ്റാം. ഇതുവഴി നമുക്ക് മുഴുവൻ ബോണ്ടയും ഒന്ന് വറുത്ത് കോരി എടുക്കാം.